ചാണകത്തിൽ മുക്കിയിട്ട് നമ്മൾ മലത്തിൽ വെക്കുകയാണ്. അത് വെള്ളം വലിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അത് വീണ്ടും നമ്മൾ കൊണ്ട് കമത്തി വെക്കും, കമത്തി മൂടി വെക്കും. ഇത് നമ്മൾ ചെറിയ മീഡിയം സൈസ് ചേനയാണ്. നമ്മളൊരു പണ്ടത്തെ പോലെ വലിയ ചേനയൊന്നും ഇപ്പോൾ ആൾക്കാർക്ക് വേണ്ട. നല്ല ക്വാളിറ്റിയുള്ള പ്രതിഭ ഇനത്തിൽപ്പെട്ട മഞ്ഞളാണ്. നേന്ത്രവാഴ ഇനങ്ങളെല്ലാം കറക്റ്റ് സമയത്ത് വളവും പരിചരണം ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള നമുക്ക് അതിൻ്റെ കൊല കിട്ടത്തുള്ളൂ. നമ്മുടെ ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇപ്പം പുതിയതായിട്ട് വന്ന സ്റ്റോക്കുകളാണ്. നമ്മൾ മഴക്കാല കൃഷിക്ക് വേണ്ടിയുള്ള നമ്മൾ കുറേ പുതിയ ചേന, മഞ്ഞൾ ഇങ്ങനെയുള്ള വിത്തുകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ വാഴവിത്ത് വന്നിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ നമ്മളെ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ചേന വിത്തിൻ്റെ അടുത്താണ്. ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു 4 ടണ്ണ് ചേന വിത്ത് വന്നിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ ചേന വിത്ത് ഇപ്പം നമ്മുടെ ജോലിക്കാരത് മുള കുത്തി അത് ചാണകത്തിൽ മുക്കി വെക്കുന്ന ജോലിയാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. നമ്മൾ സാധാരണ ചേന വാങ്ങിക്കഴിഞ്ഞാൽ അത് മുള കുത്തി ചാണകം മുക്കിയിട്ടില്ലെങ്കിൽ അതിൻ്റെ നടുക്ക് ചേന ഇതുപോലെ കണ്ട ചേനയുടെ നടുക്കത്തെ മുള കുത്തി കളയണം. ഇത് കുത്തി നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ ഈ സൈഡിൽ നിന്ന് പിന്നെ മുള വരുള്ളൂ. അതാണ് നമ്മൾ നടാൻ ഉപയോഗിക്കുന്നത്. ഈ നടുക്കുന്ന ഇപ്പം ഈ നമ്മൾ മുള കുത്തി കളഞ്ഞില്ല എങ്കിൽ ഇത് ചേന കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് നേരെ മേലേക്ക് ഒരു കിളിപ്പ് വന്നു കഴിഞ്ഞാൽ അതിന് പൂവായിട്ടാണ് വരുന്നത്. അത് ഭയങ്കര ഒരു ചീഞ്ഞ സ്മെല്ലൊക്കെ ആയിരിക്കും. അത് നമുക്ക് നശിച്ച് പോയാൽ വീണ്ടും മുള വന്നിട്ട് വേറെ ചേന വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ നടുക്കത്തെ ആ മുളയുടെ ഭാഗം നമ്മൾ ചെത്തി വൃത്തിയാക്കിയിട്ട് വേണം ചേന നടാൻ വേണ്ടി. അത് നമ്മൾ ചെത്തി വൃത്തിയാക്കി നമ്മൾ ചാണകപ്പാൽ മുക്കി വയ്ക്കും. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, നമ്മൾ ഇത് നമ്മൾ മുള കളഞ്ഞത് ചാണകത്തിൽ മുക്കിയിട്ട് നമ്മൾ മലത്തിൽ വെക്കുകയാണ്. അത് വെള്ളം വലിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അത് വീണ്ടും നമ്മൾ കൊണ്ട് കമത്തി വെക്കും, കമത്തി മൂടി വെക്കും. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നമ്മൾ ചാണകപ്പാൽ മുക്കുമ്പോൾ നമ്മൾ കുറച്ച് കൊഴുപ്പ് വേണം. ഇതിപ്പോൾ ആദ്യം നമ്മൾ ഒരെണ്ണം മുക്കി വെച്ച് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അതിന് കുറച്ച് ചാണകം കുറവാണ്. ഇപ്പോൾ രണ്ടാമത് മുക്കിയതിനൊക്കെ ചാണകമുണ്ട്. ഇത് വെള്ളം വലിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾ വീണ്ടും തണലത്തേക്ക് മാറ്റി നമ്മളത് കമത്തി വെക്കും. അപ്പോൾ ഒരു 10 ദിവസം ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ചെറിയ മുള പൊട്ടാൻ തുടങ്ങും. മുള പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മളത് മുളയുടെ എണ്ണം നോക്കിയിട്ട് അത് നമ്മൾ മുറിച്ച് 3-4 കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ടാണ് നമ്മൾ നടാൻ ഉപയോഗിക്കുന്നത്. ഇതാണ് ചേനയ്ക്ക് പറയാനുള്ളത്. ഇപ്പോൾ ചേന നിങ്ങൾക്ക് നോക്കി അറിയാം, മുള കുത്തുന്നതൊക്കെ നോക്കിക്കോ. നമ്മൾ ചേന മുള കുത്തുന്നത് നിങ്ങളെ കാണിക്കുകയാണ്. ഇതുകൊണ്ടോ നമ്മൾ ജോലിക്കാരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചേന ഇങ്ങനെയാണ് മുള കുത്തുന്നത് കണ്ടോ. അത് വട്ടത്തിൽ മുള കുത്തിയെടുത്ത് കളയുകയാണ്. ഇത് നമ്മൾ ചെറിയ മീഡിയം സൈസ് ചേനയാണ്. നമ്മളൊരു പണ്ടത്തെ പോലെ വലിയ ചേനയൊന്നും ഇപ്പോൾ ആൾക്കാർക്ക് വേണ്ട. മീഡിയം സൈസ് ചേന ഒരു വീട്ടിലേക്ക് ഉപയോഗത്തിനൊക്കെ ആകുമ്പോൾ നമ്മൾ ചെറിയ ചേനയാണെങ്കിൽ അത് അധികം ദിവസം മുറിച്ച് വെക്കാണ്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇപ്പോൾ ചെറിയ ചേനകൾ കാണുന്ന ആൾക്കാർ താല്പര്യം കൂടുതൽ കാണിക്കുന്നത്. 2 കിലോ 3 കിലോ 4 5 കിലോയൊക്കെ താഴെയുള്ള ചേനകൾ മതി. അതാണ് ഇപ്പോൾ നമ്മൾ ചേനയെ പറ്റി പറയാനുള്ളത്. ചേന നടുന്ന രീതി നമ്മൾ മുള വന്നതിന് ശേഷം നമ്മളത് മുറിക്കുന്നതും അത് നടുന്ന രീതിയും കാണിച്ചു തരും അടുത്ത വീഡിയോയിൽ കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ വിത്തിലേക്ക് കാണിക്കാൻ പോവുകയാണ്. അടുത്തവിടെ കാണിക്കുന്നത് മഞ്ഞളുടെ വിത്താണ്. ഇപ്പോൾ നമുക്ക് മഞ്ഞളുടെ വിത്ത് നല്ല സൂപ്പർ മഞ്ഞളുടെ വിത്ത് വന്നിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള മഞ്ഞളുടെ വിത്ത് ഉണ്ടോ. അതാണ് നല്ല ക്വാളിറ്റിയുള്ള പ്രതിഭ ഇനത്തിൽപ്പെട്ട മഞ്ഞളാണ്. ഇപ്പോൾ ധാരാളം സ്റ്റോക്കുണ്ട്. ഇപ്പോഴൊക്കെ നമുക്ക് ഇതിന് വില കുറവായിരിക്കും. കുറച്ച് കഴിഞ്ഞ് നമ്മൾ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കും ഇതിനൊക്കെ വില കൂടാൻ സാധ്യതയുണ്ട്. ആവശ്യക്കാർ നേരത്തെ വാങ്ങി സ്റ്റോക്ക് ചെയ്യുക. ഇതാണ് മഞ്ഞൾ. ഇത് മഞ്ഞൾ നടുന്നതാണെങ്കിലും നമ്മൾ ഓരോ വിത്ത് ഒരു കുഴി ഇട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ രണ്ടാമത് കാണിച്ചു തരുന്നതായിരിക്കും. മഞ്ഞൾ നടുന്ന രീതി എങ്ങനെയൊക്കെയാണെന്നുള്ള പരിപാലനം കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം അടുത്തതായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വാഴ വിത്തുകളാണ്. സ്റ്റോക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്നത്. ഇത് മഞ്ചേരിക്കുള്ളൻ ഇനത്തിൽപ്പെട്ട വാഴയാണ്. ഇപ്പോൾ ആവശ്യക്കാർ ഏറി വരുന്നൊരു ഇനമാണ് മഞ്ചേരിക്കുള്ളൻ. മഞ്ചേരിക്കുള്ളന് പെട്ടെന്ന് 10 മാസം കൊണ്ട് അതിൽ താഴെ നമ്മൾ ശരിയായ പരിചരണം കൊടുക്കുകയാണെങ്കിൽ അതിന് മുമ്പായിട്ട് നമുക്ക് കൊല കൊത്താൻ പറ്റും. അപ്പം കൊലയ്ക്ക് വലിപ്പം കുറവായിരിക്കും.
നമ്മൾ സാധാരണ വാഴയ്ക്ക് കിട്ടുന്ന ഒരു 15 കിലോയ്ക്കൊക്കെ മേലെ കിട്ടാൻ സാധ്യത കുറവായിരിക്കും. അപ്പോൾ ഒരു 10 കിലോ ആവറേജൊക്കെ ആ രീതിയിലേക്കായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതാണ് മഞ്ചേരി കുള്ളൻ. ഇത് കിൻഡൽ വാഴയുടെ വിത്താണ്. നമ്മൾ സാധാരണ അത് ഏകദേശം 15 മാസം വേണ്ടി വരും കിൻഡൽ വാഴയുടെ നമ്മൾ കൊല കൊത്തണമെങ്കിൽ. നല്ല പരിചരണം വേണം, നല്ല ഹൈറ്റ് വെക്കുന്നതാണ്. ഏകദേശം നമുക്ക് ഒരു 48 കിലോ വരെ ഇതിൻ്റെ തൂക്കം കിട്ടിയതായിട്ട് നമുക്കറിയാം. വാഴ എന്ന് പറഞ്ഞാൽ നേന്ത്രവാഴ ഇനങ്ങളിലെല്ലാം കറക്റ്റ് സമയത്ത് വളവും പരിചരണം ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള നമുക്ക് അതിൻ്റെ കൊല കിട്ടത്തുള്ളൂ. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ പരിചരണം കൃത്യമായിട്ട് ചെയ്തിരിക്കണം. വളങ്ങളൊക്കെ കൃത്യസമയത്ത് കൊടുക്കുക, അത് ജലസേചനം നല്ലോണം കൊടുക്കുക. വാഴയ്ക്ക് ജലസേചനം നല്ലോണം വേണ്ടതാണ്. പിന്നെ ഈ പിണ്ടിപ്പുഴു ഇങ്ങനെയുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ഓലകൾ വരുമ്പോൾ കറക്റ്റ് മുറിച്ച് മാറ്റുക, അതിന് മറ്റ് മരുന്നുകളൊക്കെ ചെയ്യുക. ഇത് ഞാലിപ്പൂവിന് ഇനത്തിൽപ്പെട്ട വാഴയാണ്. നമ്മൾ സാധാരണ ഞാലിപ്പൂവിന് അല്ലെങ്കിൽ സോദരി എന്നൊക്കെ പറയുന്ന സാധനം. നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും വില കിട്ടുന്ന ഒരു വാഴയാണ്, വാഴപ്പഴത്തിൻ്റെ ഇനമാണിത് ഞാലിപ്പൂവൻ. ഇത് ഏത് സമയത്തും നല്ല വില കിട്ടും. പക്ഷേ കൊലയുടെ വലിപ്പം കുറവായിരിക്കും. നമ്മൾ സാധാരണ നേന്ത്രക്കൊലയ്ക്ക് കിട്ടുന്ന അത്രയൊന്നും വലിപ്പം കിട്ടാനൊക്കെ സാധ്യത കുറവായിരിക്കും. പിന്നെ നല്ല പരിചരണം കൊടുത്താൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഞാലിപ്പൂവൻ ഇനത്തിൽപ്പെട്ട വാഴയുടെ വിത്ത്. ഇത് പൂവൻ ഇനത്തിൽപ്പെട്ട വാഴയുടെ വിത്താണ്. ഇതിന് കായ്ക്ക് കുറച്ച് കൂടെ വണ്ണം കൂടുതലുണ്ടാകും ഞാലിപ്പൂവിനെ അപേക്ഷിച്ച്. നല്ല കൊല കിട്ടുന്നതായിരിക്കും. നല്ല മാർക്കറ്റിൽ വിലയൊക്കെ ഉണ്ട്. ഇപ്പം കുറച്ച് മാർക്കറ്റിൽ ഡള്ളാണ്. കാരണം ഇത് കായ പഴുത്ത് കഴിയുമ്പോൾ അത് ഉതിർന്ന് പോകുന്ന ഒരു സ്വഭാവമുണ്ട് ഈ വാഴയുടെ പഴത്തിന്. അപ്പോൾ അതുകൊണ്ട് കടക്കാർ വാങ്ങാൻ മടിക്കുകയാണ്. പക്ഷേ പഴത്തിൽ ഏറ്റവും ടേസ്റ്റുള്ള പഴമാണ് നമ്മുടെ ഈ പൂവൻ ഇനത്തിൽപ്പെട്ടത്. നമുക്കറിയാം, നമ്മൾ സാധാരണ കേരളത്തിലൊക്കെ വാഴ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാഴ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കൊല തീരുവോടെ എത്രയോ അത് വാഴ നശിക്കുന്ന വരെ നമ്മൾ അതിൽ നിന്ന് കൊല എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊക്കെ ആണെങ്കിൽ പൂവനൊക്കെ ആണെങ്കിൽ എത്രയോ കാലങ്ങളായിട്ട് നമുക്ക് ഇതിനകത്ത് വാഴക്കള കൊത്താൻ പറ്റുന്ന ഒരു ഇനത്തിൽപ്പെട്ട വാഴയാണ്. ഇതാണ് പൂവൻ്റെ വാഴയുടെ വിത്ത്. അപ്പോൾ നമ്മുടെ അടുത്ത് ഇതെല്ലാം നമ്മുടെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്കുണ്ട്. ഇതൊക്കെ ലഭ്യമാണ്. ആവശ്യക്കാർ നമ്മൾ താഴെ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ 3 ഫാമിലും ഇതിൻ്റെ വിത്തുകൾ ലഭ്യമാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം വീണ്ടും കാണുന്നത് ബൈ.